സോളാർ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ BLDC ഫാനൊക്കെ കത്തിപ്പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇത് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഈ BLDC ഫാൻ കത്തിപ്പോകുന്നതിൻ്റെ കാരണം സോളാർ ആണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അവർ പറയും ലൈനിൻ്റെ പ്രശ്നമാണ്, ലൈൻ വോൾട്ടേജ് കൂടുതലാണെന്നൊക്കെ പറയും അല്ലേ? ഈ ലൈൻ വോൾട്ടേജ് കൂടുന്നത് കൊണ്ട് മാത്രമാണോ ഇത്രയും ഈ നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നത്? ഒരുപാട് ലൈറ്റുകൾ പോകുന്നുണ്ട്, ട്യൂബ് ലൈറ്റുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇതെല്ലാം ഡാമേജ് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു സോളാർ വന്നതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കതൊന്ന് നോക്കിയാലോ. ഞാൻ എൻ്റെ വീഡിയോകൾ എപ്പോഴും കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലർക്ക് ചിലപ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടൊക്കെ വന്നേക്കാം, എങ്കിലും സഹകരിക്കുക നമ്മളോട്. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് സോളാറിലേക്ക് പോകാം. ആദ്യം സോളാറിൽ എന്തുകൊണ്ട് വോൾട്ടേജ് കൂടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സോളാറിൽ വോൾട്ടേജ്, സോളാർ എന്ന് പറയുമ്പോൾ ഓൺ ഗ്രിഡ് സോളാർ അറിയാലോ, നമുക്ക് ഗ്രിഡിലേക്ക് സപ്ലൈ നമ്മൾ കറണ്ട് കൊടുത്തിട്ട് KSEBിക്ക് വിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതാണ് ഓൺ ഗ്രിഡ് സോളാർ. അത് സ്ഥാപിച്ചിട്ടുള്ള വീടുകളിലും തൊട്ടടുത്ത വീടുകളിലൊക്കെ വോൾട്ടേജ് കൂടുന്നു എന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം ഞാൻ ചുരുക്കി തന്നെ പറഞ്ഞു, എപ്പോഴും ആ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് നമ്മുടെ ഗ്രിഡിലുള്ള, അതായത് KSEBിയുടെ സപ്ലൈ എത്രയാണോ വരുന്നത് അതിൻ്റെ ഒരു 3-4% കൂടുതലായിരിക്കും വോൾട്ടേജ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈനിലെ വോൾട്ടേജ് കൂടാനൊരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് എങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 240 വോൾട്ടാണ് KSEBിയുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എങ്കിൽ അതിൻ്റെ ഒരു 10 മുതൽ 15 വോൾട്ടേജ് വരെ കൂടാനൊരു സാധ്യതയുണ്ട്. അതിലൊരു ഇൻപുട്ട് വോൾട്ടേജ് അവർ സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പം 240 ആയിരിക്കാം, 250 ആയിരിക്കാം, 260 വരെ സെറ്റ് ചെയ്യും. അത് അവർ സെറ്റ് ചെയ്യുന്നതിൻ്റെ അതിൽ കൂടുതൽ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൽ നിന്ന് വരികയാണെങ്കിൽ അത് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയിട്ട് അവിടെ പ്രൊഡക്ഷൻ നിൽക്കും. അപ്പോൾ ലൈനിലെ വോൾട്ടേജ് ബാലൻസ് ചെയ്ത്, അതായത് ട്രാൻസ്ഫോമറിലെ വോൾട്ടേജ് എത്രയാണോ അത് അതേപോലെ നിൽക്കും. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല, എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ വോൾട്ടേജ് ഭയങ്കരമായിട്ട് കൂടിപ്പോകാറുണ്ട്. കൂടിപ്പോകുന്നത് ചിലപ്പോൾ ആ സോളാറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു സൈറ്റിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 260 വോൾട്ടൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിവേ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സോളാർ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വോൾട്ടേജ് കൂടുന്നത്. ഓക്കെ, അപ്പം ഇത് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ട് KSEBിയുടെ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ 250 വോൾട്ടൊക്കെ ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് സോളാർ ഓഫ് ചെയ്തിട്ട് നോക്കുന്ന സമയത്തും ട്രാൻസ്ഫോമർ വോൾട്ടേജ് തന്നെ കൂടിയിരിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ആ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും സാധ്യമല്ലാത്തത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ ഏറിയ പങ്കും ഉള്ളത് 100 kVയുടെ ട്രാൻസ്ഫോമറുകളാണ്. ഈ 100 kVയുടെ ട്രാൻസ്ഫോമറിൽ നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാനൊരു ഓപ്ഷൻ ഇല്ല. 160 മുകളിലോട്ടാണ്, 160 തൊട്ട് അതിന് മുകളിലേക്കാണ് നമുക്ക് ടാപ്പ് ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ സാധാരണ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എല്ലാം ഇരിക്കുന്നത് 100 kV ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ടാപ്പ് ചേഞ്ചർ എന്നുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ് വരുന്നത്, 11 kV ഫീഡറിൽ എത്രയാണോ വോൾട്ടേജ് വരുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ലൈനിലേക്ക് കിട്ടുന്നത്, നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകൾ, അതായത് ഓരോ വീട്ടിലേക്കും കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ചില ലൈനിൽ വോൾട്ടേജ് കുറയും, ചിലതിൽ വോൾട്ടേജ് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്നതാണ്. അപ്പോൾ വോൾട്ടേജ് ഒരു 10-15 വോൾട്ട് കൂടാനൊരു സാധ്യതയുണ്ട്. അത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെ ബാധിക്കുന്നത്, അതിലേക്ക് നമുക്ക് വരാം. അപ്പം എല്ലാവരും പറയുന്നൊരു പരാതിയാണ്, ഇങ്ങനെ ഉപകരണങ്ങൾ പെട്ടെന്ന് പോകുന്നു, പിന്നെ ഫാൻ BLDC ഫാനുകൾ പെട്ടെന്ന് കത്തിപ്പോകുന്നു, ലൈറ്റുകൾ പെട്ടെന്ന് കത്തിപ്പോകുന്നു, TV കേടാവുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു 90% മുകളിലും ഇലക്ട്രോണിക് സാധനങ്ങളാണ്. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ തൊട്ട് സിമ്പിളായിട്ടുള്ള മൊബൈൽ ചാർജറൊക്കെ നല്ല ബ്രാൻഡഡ് ആണെങ്കിൽ അത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ലോക്കലായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് സിമ്പിളായിട്ടുള്ളതാണ്, സിമ്പിൾ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ പിന്നെ നമ്മുടെ ലൈറ്റുകൾ, സീലിങ്ങിലൊക്കെ വെക്കുന്ന LED ലൈറ്റുകളും എല്ലാം, LED ബൾബ് എല്ലാം തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇതിനകത്ത് ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ളൊരു വോൾട്ടേജ് കിട്ടിയിരിക്കണം. നമുക്ക് ഇച്ചിരി വോൾട്ടേജ് കുറഞ്ഞാലും അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ചില ഓരോ ഉപകരണങ്ങളിൽ എഴുതിയിട്ടുണ്ട് 110 വോൾട്ട് തൊട്ട് 240 വരെയെന്നോ അല്ലെങ്കിൽ 220 വരെയെന്നോ 250 വരെയെന്നോ, അത് അതിൻ്റെ വോൾട്ടേജ് റേഞ്ച് അതിനകത്ത് എഴുതിയിരിക്കും. അപ്പോൾ അതിന് പരിധിക്ക് മുകളിലോട്ട് പോകുമ്പോൾ ആ ഡിവൈസ് കേടാവാനൊരു സാധ്യതയുണ്ട്. ഇനിയാണ് ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിനകത്ത് എന്താണ് റോള് എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഉപകരണങ്ങളൊക്കെ കേടാവുന്നതിനകത്തുള്ള റോള് എന്നും കൂടെ ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു അല്പം നീണ്ടുപോകും, എങ്കിലും കേൾക്കുക, കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അന്ന് ഇത്രയും ഡാമേജസ് ഉണ്ടായിരുന്നില്ല.
ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം 2 വർഷമോ 1 വർഷമൊക്കെ വാറണ്ടി ഉണ്ട്. ഈ വാറണ്ടി പീരീഡിൽ തന്നെ നമ്മൾ 3, 4 പ്രാവശ്യമൊക്കെ ഇത് മാറേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. വാറണ്ടി ചേഞ്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ നമ്മളത് കളഞ്ഞിട്ട് പുതിയ സാധനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് കൂടുതൽ BLDC ഫാനുകൾ നമ്മൾ ഇപ്പോൾ 1 വർഷം 2 വർഷം വാറണ്ടിയുള്ള ഫാനുകളൊക്കെ ആണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ അവർ വന്ന് പുതിയ സർക്യൂട്ട് ബോർഡ് കൊണ്ടുവച്ചിട്ട് പോകും. എന്നിട്ട് പറയും നിങ്ങളുടെ ലൈനിൻ്റെ പ്രശ്നമാണ്, വോൾട്ടേജ് കൂടി വരുന്നതാണ് പ്രശ്നം, സോളാർ വെച്ചിട്ടുണ്ടോ, സോളാർ ഉണ്ട്, സോളാർ ഉണ്ടെങ്കിൽ സോളാറിൻ്റെ പ്രശ്നമാണ്, സോളാറുള്ളിടത്തെല്ലാം ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഏതോട്ടെ, നമ്മളൊരു ട്യൂബ് സെറ്റ് ആണെങ്കിൽ അത് ഡാമേജ് ആവുന്നു, കൊണ്ടുവന്ന് കൊടുക്കുന്നു, പുതിയത് തരുന്നു, കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ LED ബൾബ് ആണെങ്കിൽ നമ്മളത് ഊരി കൊണ്ടുവന്ന് കൊടുക്കുന്നു, പുതിയ ബൾബ് തരുന്നു, കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും അടിച്ചു പോകുന്നു. ഒന്ന് ഓർക്കുക. അപ്പം നമ്മുടെ ഒരു LED ബൾബിൻ്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലമെൻറ്റ് ബൾബിനേക്കാളും ട്യൂബ് ലൈറ്റിനേക്കാളും മേലെയാണ്. ഒരുപാട് അതിൻ്റെ 4-5 ഇരട്ടിയാണ്. എന്നിട്ട് പോലും നമുക്ക് 1 വർഷം പോലും LED ബൾബൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതൊക്കെ നമുക്കൊരു ഇനിയും നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഈ ഒരു സാധനം കേടാവുന്നു, BLDC ഫാൻ കേടാവുന്നു, ലൈറ്റുകൾ അടിച്ചു പോകുന്നു. ഇത് ഒരു വോൾട്ടേജ് ഹൈ വോൾട്ടേജ് വന്നാൽ, ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നാൽ ഉടനെ കത്തിപ്പോകാനുള്ളതാണോ ഈ സാധനങ്ങൾ? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വീട്ടുകാർക്ക് ഇത് വാങ്ങിച്ചു തരുന്നവരെ വിട്. ഇലക്ട്രീഷ്യന്മാർ നമ്മൾ വോൾട്ടേജ് കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ കുറ്റം പറഞ്ഞ് നിൽക്കരുത്. എല്ലാ സമയത്തും വോൾട്ടേജ് കൂടാറില്ല, അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ കൂടാറുള്ളൂ. ചില ഇപ്പോൾ സോളാർ സെറ്റ് ചെയ്തിരിക്കുന്നിടത്തും നമുക്ക് ഒരു 250 വോൾട്ട് വരെയൊക്കെ മാക്സിമം പോകും. അതായത് സോളാറിൻ്റെയൊക്കെ ഒരു പീക്ക് അവർ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രൊഡക്ഷൻ നടക്കുന്നത് അറിയാലോ. ആ സമയങ്ങളിലൊക്കെ എത്രത്തോളം വോൾട്ടേജ് വരും? അപ്പോൾ കൂടിപ്പോയാൽ ഒരു 250 വോൾട്ട് വരെയൊക്കെ വരും. 250 അല്ലെങ്കിൽ 255 260 വന്നാലും ഈ സാധനങ്ങൾ കത്തിപ്പോകാൻ സാധ്യത തീരെയില്ല. പിന്നെ ഇത് എന്തുകൊണ്ട് ഡാമേജ് വരുന്നു അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു സർക്യൂട്ട് ബോർഡ് കാണിക്കാം. സർക്യൂട്ട് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ബൾബ്, ഇത് ഓക്കെ, ഇത് ബൾബില്ല, ബൾബിൻ്റെ ഞാൻ പൊട്ടിച്ചതാണ്. ഇതൊരു LED ബൾബിൻ്റെ സർക്യൂട്ട് ബോർഡാണ്, LED ട്യൂബിൻ്റെ സർക്യൂട്ട് ബോർഡാണ്. അത് കത്തിപ്പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഊരി എടുത്ത് നോക്കിയതാണ്. അത് പോട്ടെ, ഇതിനകത്ത് കൂടുതലൊന്നും പറഞ്ഞു തരാനുള്ള കമ്പോണൻസ് ഇതിനകത്തില്ല, അതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ട് ബോർഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് നോക്കാം. ഞാനൊരു LED ബൾബിൻ്റെ സർക്യൂട്ട് ബോർഡ് എടുക്കാം. ഈ ഒരു സർക്യൂട്ട് ബോർഡ് കണ്ടോ, ഇതൊരു ഫോട്ടോയാണ്, അഡ്ജസ്റ്റ് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇതൊന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ ഈ ഒരു നീല കളറിൽ ഇരിക്കുന്ന ഒരു സാധനം കണ്ടോ, ഈ ഒരു നീല കളർ, ഇതിനെ MOV എന്നാണ് പറയുന്നത്, മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ എന്ന് പറയും. അതായത് ഒരു വോൾട്ടേജ് റേഞ്ച് ഉണ്ട് അതിനകത്ത്, അതിൻ്റെ വാല്യൂ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്കിങ്ങനെ നോക്കി അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു നിശ്ചിത ഒരു വോൾട്ടേജ് റേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആ LED ബൾബിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള, അതായത് ബൾബിൻ്റെ പിന്നുണ്ടല്ലോ, പിന്നിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ 2 വയറുകൾ കാണുന്നത്, ഈ 2 ലീഡുകൾ കാണുന്നത്. അതുപോലെ ഈ താഴോട്ട് പോകുന്നത് ആ LED ഉള്ള കണക്ഷനുമാണ്. ഇതാണ് LED. ഓക്കെ, ഇത് ഞാനിപ്പം ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയൊരു ബോർഡാണെങ്കിലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്, ഈ MOV കൊടുത്തിരിക്കുന്നത് ഈ സർക്യൂട്ടിന് പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫേസ് ന്യൂട്രലാണ് ഈ വരുന്നത്, അതിന് പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരിധിക്ക് മുകളിൽ വോൾട്ടേജ് അവിടെ വന്നു കഴിഞ്ഞാൽ, ഇതിൽ എത്രയാണോ ഇതിൻ്റെ സെറ്റിംഗ് വോൾട്ടേജ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നോക്കാറില്ല, അല്ലെങ്കിൽ ആ വോൾട്ടേജ് തന്നെ ഞാൻ പറഞ്ഞുതരായിരുന്നു. ആ പരിധിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ MOV ഒരു ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ അവിടെ ഒരു ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഇരിക്കുന്നത് ഒരു റെസിസ്റ്ററാണ്, ഒരു വയർ വൗണ്ട് റെസിസ്റ്റർ, അതായത് ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ആ റെസിസ്റ്റൻസ് അത് കത്തിപ്പോവും. ഓക്കെ, അതൊരു ഫ്യൂസ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇരിക്കുന്നത് LED ബൾബിനകത്താണ്. അത് അവരുടെ സർക്യൂട്ട് ബോർഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് വെച്ചിരിക്കുന്നത്. ഈ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് കത്തിപ്പോകുന്നതിന് പകരം ഒന്നുകിൽ നമുക്ക് ഈ ലൈറ്റിന് പുറമെ, ഇതിപ്പോൾ ലൈറ്റോ ഏതോ ആയിക്കട്ടെ, ഒരുവിധ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ എല്ലാം ബേസിക് ഇങ്ങനെ തന്നെയാണ്. എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും നമ്മൾ ഇതിപ്പോൾ BLDC ഫാനിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. BLDC ഫാനിലോട്ട് വരുമ്പോഴും ഇത് BLDC ഫാനിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡാണ്. ഓക്കെ, ഈ സർക്യൂട്ട് ബോർഡിൽ അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗം ഞാൻ കാണിക്കാം. ഇത് ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണ്. ഇത് ആ ഫാനിലേക്ക് പോകുന്ന, മോട്ടറിലേക്ക് പോകുന്ന വയറുകളാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് ഈ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്തും ഒരു നീല ഡിസ്ക് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ MOV എന്ന് പറയുന്ന സാധനം. ഈ MOVയും ചെയ്യുന്നത് ഇതിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ, ഒരു പരിധിക്ക് അപ്പുറം വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ആവുകയും അതവിടെ
കത്തിപ്പോവുകയും ചെയ്യും. ഓക്കെ, ആ MOV അല്ല കത്തുന്നത്, അതിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഫ്യൂസ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഫ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററോ കൊടുത്തിട്ടുണ്ടാവും. അത് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പം അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നുള്ളത് ഉറപ്പാണല്ലോ. ഒരു പരിധിക്ക് ഒരു 250 വോൾട്ട് 260 വോൾട്ടൊക്കെ ആയിരിക്കും, 270 ഒക്കെ ആയിരിക്കാം സാധാരണ സെറ്റായി വരുന്നത്, 270 ഒക്കെ ആയിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ ഇതിനകത്തുള്ള ഫ്യൂസ് പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്റ്റേണലി ഒരു ഫ്യൂസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് ഫ്യൂസോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ സർക്യൂട്ട് ബോർഡ് കേടാവത്തില്ല. അവർ ഈ സർക്യൂട്ട് ബോർഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു MOV ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഫ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് ബോർഡ് കേടാവത്തില്ല. എല്ലാ സമയത്തും ഹൈ വോൾട്ടേജ് വന്ന് നിൽക്കത്തില്ല കേട്ടോ. അത് ചിലപ്പം മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴേക്ക് വല്ലപ്പോഴും ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ ലൈനിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും, സോളാറിൻ്റെ തന്നെ പ്രശ്നമൊന്നും ആവണമെന്നില്ല. 260 വോൾട്ടിലൊക്കെ സുഖമായിട്ട് ഈ PCB ഒക്കെ വർക്ക് ചെയ്യും. BLDC ഫാനൊക്കെ ഡാമേജ് ആയി പോകത്തൊന്നുമില്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്നത്, നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി ഒരു 1/2 ആംപിയറിൻ്റെ ഫ്യൂസോ അല്ലെങ്കിൽ കുറഞ്ഞ ഫ്യൂസ് മതി ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ ഈ ബോർഡ് ഡാമേജ് ആയി പോകാതെ നമുക്ക് ഇതിനെ സംരക്ഷിക്കാം. അത് വർഷങ്ങളോളം നമുക്ക് ഈ ഫാൻ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു സർക്യൂട്ട് ബോർഡ് കത്തിപ്പോകുമ്പോൾ അവരുടെ വാറണ്ടി പീരീഡിനകത്ത് അവർ വന്ന് വേറൊരു ബോർഡ് വെച്ച് തരും. അത് കഴിഞ്ഞ് വീണ്ടും അതും കത്തിപ്പോകുമ്പോൾ ഒരു 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാറണ്ടിയുടെ കാലാവധി കഴിയും. അവർ പിന്നെ നമ്മൾ പുതിയ ഫാനിലേക്ക് പോകും. ഇതുകൊണ്ടാണ് അപ്പം ഇതിനകത്ത് ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇലക്ട്രോണിക് ചോക്കുകളാണെങ്കിലും ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടെങ്കിലും അല്ലേ, ഒരു ഇൻവെർട്ടർ ആയിക്കോട്ടെ, പിന്നെ ഒരു സ്റ്റെബിലൈസർ ആയിക്കോട്ടെ, സ്റ്റെപ്പ് ആയിക്കോട്ടെ, എന്ത് ഇലക്ട്രോണിക് സാധനം ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു ഗ്ലാസ് ഫ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പോകാറുണ്ടായിരുന്നു. ആ കത്തിപ്പോകാറുള്ള ഫ്യൂസ് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് വേറെ ഫ്യൂസ് അതിനകത്ത് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, അന്നത്തെ കാലത്ത് ആ ഒരു ഫ്യൂസ് അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഡിവൈസ് തന്നെ കത്തി നശിച്ചു പോകും. ഓക്കെ, അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. അത് തന്നെയല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സാധനങ്ങൾക്ക് അങ്ങനെ എക്സ്റ്റൻലി ഫ്യൂസ് വെക്കുന്നില്ല. ഫ്യൂസ് വെക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ കത്തിപ്പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബാക്കപ്പ് കൊടുക്കുന്ന ഫ്യൂസും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന MCB എത്ര ആംപിയറാണ് കൊടുക്കുന്നത്, 10 ആംപിയർ 16 ആംപിയർ ഒക്കെ വെച്ചല്ലേ കൊടുക്കുന്നത്. ലൈറ്റ് ലോഡുകൾക്കൊക്കെ 10 ആംപിയർ കൊടുക്കും, അല്ലെങ്കിൽ 6 ആംപിയർ കൊടുക്കും. ആ 6 ആംപിയർ ചില സാഹചര്യങ്ങളിൽ മാത്രം ഒരു ലൈറ്റിനോ മറ്റോ ഇത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ MCB ട്രിപ്പ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ലോഡിനനുസരിച്ചിട്ടുള്ള MCBയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡാമേജുകൾ ഒഴിവാക്കാൻ പറ്റും. ഇതെല്ലാം ചിന്തിക്കേണ്ടത് ഇലക്ട്രീഷ്യന്മാരാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇപ്പോഴും V-ഗാർഡിൻ്റെയൊക്കെ സ്റ്റെബിലൈസറുകളിൽ അവർ അതിനകത്ത് ഫ്യൂസ് കൊടുക്കുന്നുണ്ട്. ഫ്യൂസ് ഇല്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് കത്തിപ്പോകും. ഓക്കെ, അപ്പം ഞാനെല്ലാം കൂടെ പറഞ്ഞ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് കൂടുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ഈ സാധനങ്ങൾ കത്തിപ്പോകുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അതിൻ്റേതായ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ക്വാളിറ്റിയോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ബോധവാന്മാരാണെങ്കിൽ ഒരുവിധം കമ്പനികൾക്കെല്ലാം ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതായത് അവരുണ്ടാക്കി വിടുന്ന സാധനങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങിയത് എപ്പോൾ മുതലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക് ട്യൂബ് സെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന കമ്പനികൾ എക്സ്റ്റേണലി ഫ്യൂസുകൾ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ക്രോംപ്ടൺ, പിന്നെ ഫിലിപ്സ്, ഈ കമ്പനികളൊക്കെ ഫ്യൂസിനെ ഒഴിവാക്കിയിട്ട് അത് കുറച്ചുകൂടെ ചോക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ക്യാബിൻ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് അതിൻ്റെ ഫ്യൂസ് ഇൻറ്റേർണലി ആക്കിയിട്ട് അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് അവരുടെയൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അത് കത്തിപ്പോകത്തൊന്നുമില്ല. അങ്ങനെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സർക്യൂട്ട് ബോർഡിൽ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളുടെയും ഇൻറ്റേർണലി മാത്രം അവർ ഫ്യൂസ് കൊടുക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്നു. അങ്ങനെ ഒന്ന് ഇപ്പോൾ വന്നപ്പോൾ അതും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വന്നപ്പോൾ ഇത് കത്തിപ്പോകുന്നു, എടുത്ത് കളയുന്നു, പുതിയത് മേടിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും സോളാർ എന്നൊരു സംഭവത്തെ പറഞ്ഞ് താഴ്ത്താൻ നിൽക്കരുത്. അത് നമ്മുടെ ഭാവിയിൽ വരേണ്ട വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ സോളാർ പവർ യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് പിന്നെയും ഒരുപാട് കോർഡിനേഷൻസ് വരാനുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറാനുണ്ട്, ഒരുപാട് ഏകീകരണങ്ങൾ കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ആരും സോളാറിനെ ഇടിച്ച് താഴ്ത്താൻ നിൽക്കരുത്. ഞാൻ ഇതിനു മുമ്പ് സോളാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സോളാർ വെക്കുന്നതിനേക്കാൾ നല്ലത് ആ പൈസ ബാങ്കിൽ ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും സോളാർ എന്ന സംഭവത്തെ തളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. സോളാറും KSEBയുടെ ഒരു സമീപനമാണ് ഞാൻ അന്ന് അവിടെ പറഞ്ഞത്. നെറ്റ് മീറ്ററിങ്ങിൽ നിന്നും ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് മാറുമ്പോൾ ആ സോളാർ വെക്കുന്നവർക്കുണ്ടാകുന്ന നഷ്ടത്തെ പറ്റിയിട്ടാണ് ഞാനന്നൊരു വീഡിയോ ചെയ്തത്. എങ്കിലും അത് ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നും നമ്മുടെ ഭാവിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു എനർജി സോഴ്സ് സോളാർ തന്നെയാണ്. അപ്പോൾ അതിന് ഒരു തടസ്സമായിട്ട് ഇങ്ങനെയുള്ള അറിവുകൾ വരരുത്, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരരുത്. മാറേണ്ടത് സോളാറല്ല, ഇത് അല്ലെങ്കിൽ ഈ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് മാറേണ്ടത്.
ഇലക്ട്രീഷ്യന്മാർ മാറണം, ഇലക്ട്രീഷ്യന്മാരുടെ ചിന്താഗതികൾ മാറണം. എല്ലാത്തിനും ഏതെങ്കിലും ഒരു കാര്യത്തെ കൂട്ടുപിടിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞൊഴിയാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സോളാർ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.